നമസ്കാരം. പുതിയൊരു ചരിത്ര നിമിഷത്തിലാണ് വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ് വിഴിഞ്ഞം. അതിനേക്കാൾ ഉപരി ഇന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ഒരു കപ്പലുണ്ട്, MSC ഐറീന എന്ന് പറയുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായിട്ട് അറിയപ്പെടുന്ന MSC ഐറീന ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. അതും കേരളത്തിലാണ്, വിഴിഞ്ഞത്താണ് എത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ആ ചരിത്ര നിമിഷത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. കഴിഞ്ഞ മാസം 29-നാണ് ഈ കപ്പൽ കേരളത്തിലേക്ക്, വിഴിഞ്ഞത്തേക്ക് പുറപ്പെട്ടിരുന്നത്. പുറക്കടലിലായിരുന്നു ഈ ഒരു MSC ഐറീന ഉണ്ടായിരുന്നത്. കാരണം ഇവിടെ ഒരുപാട് മറ്റ് ചരക്ക് കപ്പലുകളൊക്കെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പുറം കടലിൽ ഈ ഒരു കപ്പൽ അടുപ്പിച്ചിരുന്നത്. ഇന്നിപ്പോൾ അത് വിഴിഞ്ഞത്ത് എത്തിയിരിക്കുകയാണ്. ഈ ഒരു സന്തോഷത്തിൽ, ഈ ഒരു ചരിത്ര നിമിഷത്തിൽ, ഈ ഒരു കൗതുകകരമായിട്ടുള്ള കാഴ്ച കാണാൻ വേണ്ടി നിരവധി ആളുകളാണ് ഇന്നിപ്പോൾ വിഴിഞ്ഞത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രമാത്രം വലിയൊരു കപ്പൽ, ഏകദേശം 22 നിലകളോളം തോന്നിക്കുന്ന ഒരു കപ്പലാണ് MSC ഐറീന എന്നുള്ളത്. അതിനേക്കാൾ ഉപരി ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ അഭിമാനം എന്ന് പറയാൻ പറ്റുന്നത് ഈ ഒരു കപ്പലിന്റെ കപ്പിത്താൻ എന്ന് പറയുന്നത് ഒരു മലയാളിയാണ് എന്നതാണ്. 2 മലയാളികളാണ് ഈ ഒരു കപ്പലിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് അതിലുള്ള ജോലിക്കാർ, പിന്നെ അതുപോലെ തന്നെ അതിന്റെ കപ്പിത്താൻ അല്ലെങ്കിൽ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആളും മലയാളിയാണ് എന്നുള്ളതാണ്. എന്തായാലും വിഴിഞ്ഞം വീണ്ടും ഒരു ചരിത്ര നിമിഷത്തിലൂടെ കടന്നു പോകുന്ന ദിവസമാണിന്ന്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന് ഇന്ന് ചരിത്ര നിമിഷം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ഇവിടെ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രമാത്രം വലിപ്പം ആ ഒരു കപ്പലിനുണ്ട് എന്നുള്ളത്. ചരക്കുകളൊക്കെ ഏകദേശം അതിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത്. എന്തായാലും വലിയൊരു അഭിമാന നിമിഷം തന്നെയാണ് ആ വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലിൽ ഒന്നായിട്ടുള്ള MSC ഐറീന തുറമുഖം ബർത്തിൽ നങ്കൂരമിട്ടിരിക്കുന്ന ദിവസമാണെന്ന്. വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് ഈ MSC ഐറീന എന്നൊരു സവിശേഷത കൂടെ ഇതിനുണ്ട്. 16,000 കണ്ടെയ്നറുകളാണ് ഈ കപ്പലിൽ ഉള്ളത്. 3,000-ലും 5,000-ലും ഇടയിൽ കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തിറക്കുമെന്നതാണ് ഇതിൽ ലഭിക്കുന്ന സൂചന. സിംഗപ്പൂരിൽ നിന്നെത്തിയ കപ്പലിൽ വാട്ടർ സല്യൂട്ട് നൽകിയാണ് സ്വീകരണമൊക്കെ ഒരുക്കിയിരുന്നത്. ഡഗ് ബോട്ടുകൾ നിയന്ത്രണത്തിലാണ് കപ്പലിനെ ബർത്തിലേക്ക് അടുപ്പിച്ചതും. മറ്റ് ദക്ഷിണേന്ത്യൻ തുറമുഖങ്ങളിലൊന്നും ഈ കപ്പൽ ഇതുവരെ നങ്കൂരമിട്ടിട്ടില്ല എന്നുള്ളതാണ് വിഴിഞ്ഞത്തെ ഇതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ അഭിമാനിക്കുന്നുവെന്നും ആദ്യമായാണ് വിഴിഞ്ഞത്തെത്തുന്നതെന്നൊക്കെ കപ്പലിനെ നിയന്ത്രിക്കുന്ന മലയാളി ക്യാപ്റ്റനായ വില്ലി ആന്റണി പ്രതികരിച്ചതും ഇന്നേറെ ശ്രദ്ധേയമായിട്ടുണ്ട്. കപ്പൽ 2 ദിവസം വിഴിഞ്ഞത്ത് തന്നെ തുടരും എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. എന്തായാലും ഈ കാഴ്ചകൾ കാണാൻ ഇവിടെ നിന്ന് നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ലോകത്തെ വമ്പൻ ചരക്ക് കപ്പലിന്റെ കപ്പിത്താനായിട്ട് ഒരു മലയാളി എത്തി എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷത. എന്തായാലും വിഴിഞ്ഞത്തെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും ഏറ്റവും വലിയ അഭിമാന നിമിഷം തന്നെയാണ് ഇത് എന്നുള്ളതാണ്. കാരണം അത്രമാത്രം വലിയൊരു കപ്പൽ ഇത് എപ്പോഴിവിടെ എത്തും എന്നുള്ള ആകാംക്ഷ തന്നെയാണ് നിരവധി ദിവസങ്ങളായിട്ട് ജനങ്ങൾക്കുണ്ടായിരുന്നത്. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു കപ്പൽ കേരളത്തിലേക്ക് അടുക്കുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ പെർമിഷൻ കിട്ടാത്തതും അതുപോലെ തന്നെ ഇവിടെ നിരവധി കപ്പലുകൾ അടുപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഇത്രയും വലിയൊരു കപ്പൽ ഇറക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലെത്തിയെങ്കിലും കഴിഞ്ഞ 29 മുതൽ പുറം കടലിൽ തന്നെയായിരുന്നു. പക്ഷേ അതിപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ മാറി. ഇവിടെ ഉണ്ടായിരുന്ന മുൻപ് നിർത്തിയിട്ടിരുന്ന കപ്പലുകളൊക്കെ മാറിയതിനു ശേഷം ഇപ്പോൾ ഈ ഐറീന ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് കാണാൻ വേണ്ടിയുള്ള ആളുകളുടെ ഒരു അവരുടെ കാഴ്ചകൾ കാണാൻ, ആസ്വദിക്കാനൊക്കെ അവരെത്തുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. നിരവധി ആളുകൾ ഈ ഒരു ചിത്രങ്ങളൊക്കെ, ഈ ഒരു ദൃശ്യം കാണാൻ വേണ്ടി എത്തുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രമാത്രം വലുതാണ് എന്നുള്ളത്. ഏകദേശം 29 കൊല്ലമായിട്ട് ക്യാപ്റ്റനായിട്ട് വർക്ക് ചെയ്യുന്ന മലയാളിയായ ക്യാപ്റ്റനാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ നിരവധി സവിശേഷതകൾ ഈ കപ്പലിനെ സംബന്ധിച്ചുണ്ട്. കാരണം അത്രമാത്രം കണ്ടെയ്നറുകൾ വഹിക്കാൻ കെൽപ്പുള്ള ഒരു കപ്പലാണിത്. ഇതിൽ 3,000 മുതൽ 5,000 വരെയുള്ള കണ്ടെയ്നറുകൾ ഒരു പക്ഷേ ഇവിടെ ഇറക്കിയേക്കാം എന്നതടക്കമുള്ള സൂചനകളുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഭിമാന നിമിഷമാണ്. കാരണം ഇത്രമാത്രം വലിയൊരു കപ്പൽ നമ്മുടെ
നമ്മുടെ കേരളത്തിൽ വിഴിഞ്ഞത്ത് ഇറക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ രാജ്യവും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനവും ഒക്കെ എത്രമാത്രം വികസനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചന കൂടെയാണ്. എന്തായാലും ഈ ഒരു നിമിഷത്തിൽ കേരളം കൂടുതൽ അഭിമാനത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് പുറംകടലിൽ നിന്നും MSC ഐറീന എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലേക്ക് എത്തിച്ചത്. തൃശൂർ സ്വദേശിയായിട്ടുള്ള ക്യാപ്റ്റൻ വില്ലി ആന്റണിയാണ് MSC ഐറീനയുടെ കപ്പിത്താൻ എന്നതും ഏറെ ശ്രദ്ധേയമാണ്. 400 മീറ്റർ നീളവും 61 മീറ്റർ വീതിയുമാണ് MSC ഐറീനയ്ക്ക് ഉള്ളത് എന്നുള്ളതാണ്. പലതരത്തിലുള്ള സവിശേഷതകളായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതിൽ ഏറ്റവും വലിയത് ഇതിന്റെ വലിപ്പം തന്നെയാണ്. പലതരത്തിൽ ഈ ഒരു വലിപ്പത്തെ സൂചിപ്പിക്കാൻ മാധ്യമങ്ങളൊക്കെ ഓരോരോ വാക്കുകൾ എടുക്കുന്നുണ്ട്. അതിൽ ഇപ്പോ ഉദാഹരണത്തിന് 4 ഗ്രൗണ്ടുകളുടെ വലിപ്പം ഉണ്ട് ഈ ഒരു കപ്പലിൽ എന്ന് പറയുന്നു. അതേപോലെ 22 നിലകളുള്ള ഒരു കെട്ടിടത്തിന്റെ വലിപ്പമാണ് ഈ കപ്പലിനുള്ളത് എന്ന് പറയുന്നു. നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും അത്രമാത്രം പല തരത്തിൽ ഉപമിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിപ്പമാണ് ഈ ഒരു കപ്പലിനുള്ളത്. എന്തായാലും 24,000 മീറ്റർ ഡെക്ക് ഏരിയയുള്ള കപ്പലിൽ 24,346 TEU കണ്ടെയ്നറുകളാണ് വഹിക്കാൻ സാധിക്കുക എന്നതാണ് ഔദ്യോഗിക വിവരം. 2023 ഈ കപ്പൽ നിർമ്മിച്ചത്. 35 ജീവനക്കാരാണ് ഈ കപ്പലിൽ നിലവിൽ ജോലി ചെയ്തു വരുന്നത്. അതിൽ ഒരു ജീവനക്കാരൻ മലയാളിയാണ്, അതുപോലെ തന്നെ ക്യാപ്റ്റനും മലയാളിയാണ്. സൗത്ത് ഏഷ്യൻ തുറമുഖങ്ങളിൽ ഐറീന എത്തുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്നതാണ് ഇതിന് ഏറ്റവും കൂടുതൽ വലിയ സവിശേഷത. ക്യാപ്റ്റനെ കൂടാതെ ക്രൂവിൽ മറ്റൊരു മലയാളിയുണ്ട് എന്നതും ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്യുന്ന 347ാമത് കപ്പലായിട്ടും MSC ഐറീന മാറുന്നുണ്ട് എന്നുള്ളതാണ്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഐറീന സീരീസിലുള്ള കപ്പലുകളാണ് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾ. ഇതേ സീരീസിലുള്ള MSC തുർക്കിക്കും മിഷേൽ കമ്പനിയും നേരത്തെ തന്നെ വിഴിഞ്ഞത്ത് എത്തിയിരുന്നു. പക്ഷേ ഇത്രമാത്രം വലിപ്പമുള്ള MSC ഐറീന ഇതാദ്യമായിട്ടാണ് വരുന്നത്. സിംഗപ്പൂരിൽ നിന്ന് യാത്ര തിരിച്ച് ചൈനയിലും കൊറിയയിലും ഒക്കെ പോയി സിംഗപ്പൂരിൽ തിരികെ എത്തിയ ശേഷമാണ് MSC ഐറീന വിഴിഞ്ഞത്തേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ആളുകൾ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി വിഴിഞ്ഞത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. മത്സ്യബന്ധന തൊഴിലാളികൾ അടക്കം ഈ ഒരു കാഴ്ചകൾ ആസ്വദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തെ സംബന്ധിച്ച് വളരെ വലിയൊരു അഭിമാന നിമിഷം. ഏറ്റവും വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കേരളത്തിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വികസന നേട്ടമായിട്ട് കൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആളുകൾ ഈ ഒരു കപ്പലിന്റെ വലിപ്പം വളരെ വലിയൊരു കൗതുകം ഉണർത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഓരോരുത്തരുടെയും മുഖവും അവരുടെ നോക്കി നിൽക്കുന്ന രീതികളും ഒക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ആളുകൾ ഓരോരുത്തരായിട്ട് ഈ ഒരു വിവരം അറിഞ്ഞ് വിഴിഞ്ഞത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടെയാണ് ഇപ്പോഴുള്ളത്.